മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതവും മത്സ്യബന്ധന വള്ളങ്ങളുടെ ലൈസൻസ് ഫീസും കുത്തനെ ഉയർത്തിയ ഫിഷറീസ് വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ചെല്ലാനം ഹാർബറിൽ മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധ പ്രകടനം നടത്തി. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ചെല്ലാനം ഹാർബറിൽ നിന്നും ഗൊണ്ടുപറമ്പിലെ മത്സ്യഭവന് മുൻപിലേക്ക് നടന്ന പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തത്. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മത്സ്യഭവന് മുൻപിൽ നടന്ന ഉപരോധ സമരം സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇടുക്കി പോലെയാണ് നമ്മുടെ ഈ സീസൺ വറുതിയിലേക്ക് വന്ന കാലഘട്ടത്തിൽ ഗവൺമെന്റ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. കൂടാതെ നമ്മുടെ മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ലൈസൻസ് ഫീസ് കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം 29-ാം തീയതി ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി വിളിച്ചേർന്ന യോഗത്തില് ഞാൻ പങ്കെടുത്തതാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകളും ആലോചിക്കാതെ ഏകപക്ഷീയമായിട്ട് നടപ്പാക്കരുത്. കാരണം മേഖല വറുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിസന്ധിയിലാണ്. അതിന് പരിഹാരമുണ്ടാക്കാതെ ഇത്തരത്തിൽ മേഖലയെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. അന്നൊരു നിർദ്ദേശം വെച്ചു. ക്ഷേമനിധി ബോർഡ് നഷ്ടത്തിലാകാൻ ഞങ്ങൾക്കാരും ഒന്നും ഇവിടെ വാരിക്കൊരു തരുന്നില്ല. ആകെ റെഗുലറായിട്ട് കേരളത്തിലെ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും കിട്ടുന്നത് 1600 രൂപ പെൻഷനാണ്. അതിപ്പോൾ 5 മാസമായിട്ട് കുടിശ്ശികയാണ്. അതാണ് ഞങ്ങൾക്ക് ക്ഷേമനിധി ബോർഡിന്റെ ഏക സഹായം. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ ലംസം ഗ്രാന്റ് 10ാം ക്ലാസ് വരെ 150 രൂപയെ തുടങ്ങി 1000 രൂപയെ അവസാനിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സഹായം. പിന്നെ ഞങ്ങളുടെ മക്കൾ ഹയർ സ്റ്റഡിക്ക് പോകുന്നുണ്ടെങ്കിൽ വിരലിൽ എണ്ണാവുന്നവർക്ക് നിങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ബാക്കി അപകടത്തിന് കിട്ടേണ്ട ചികിത്സാ സഹായങ്ങള്, പെൺമക്കളെ കെട്ടിക്കുന്ന സഹായങ്ങൾ അടക്കമുള്ളത്, മണ്ണെണ്ണ സബ്സിഡി അടക്കമുള്ളത് ഇവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ക്ഷേമനിധി വിഹിതം 100 രൂപ വെച്ചടച്ചിരുന്ന ആ വിഹിതം 300 രൂപയാക്കി ഒരു ചോദ്യവും പറച്ചിലുമില്ലാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും പ്രതികരിക്കില്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ ആ 100 രൂപ എന്നുള്ള വിഹിതം അത് 300 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എറണാകുളം ജില്ലയില് അപ്പോൾ ചിലപ്പോൾ ചോദിച്ചേക്കും, ഈ ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിച്ചതിന് മത്സ്യഭവന ഓഫീസിന്റെ വാതിക്കൽ നമ്മൾ സമരം ചെയ്തുകൊണ്ട് എന്താ? ഇത് കേരളത്തിൽ ഇന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റി ഇതിനൊരു തിരികൊടുത്തു വിട്ടിരിക്കുക. ഇത് കേരളത്തിലുടനീളം കേരളത്തിന്റെ തീരപ്രദേശത്തെ മുഴുവൻ മത്സ്യത്തൊഴിലാളിയും ഈ സമരം നെഞ്ചിലേറ്റിക്കൊണ്ട് കേരളത്തിന് ഒരു അലമുറയായി മാറും. ഈ വാക്കുകള് അധികാരികൾ കേട്ടില്ലെങ്കിൽ കേരളം മുഴുവൻ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ മത്സ്യത്തൊഴിലാളി ഇറങ്ങിത്തിരിക്കുന്നു. നിങ്ങളോട് ഈ അവസരത്തിൽ പറയുകയാണ്. ഉപരോധ സമരത്തിനിടയിൽ വാഹനങ്ങൾ തടസ്സപ്പെട്ടതിൽ പോലീസ് അമർഷം രേഖപ്പെടുത്തിയപ്പോൾ തൊഴിലാളികൾ പോലീസിന് നേരെ തിരിയുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഫിഷറീസ് ഡയറക്ടറുമായുള്ള ചർച്ചയിൽ തീരുമാനങ്ങളായില്ല എങ്കിൽ കടൽ ഹർത്താൽ അടക്കമുള്ള ശക്തമായ സമരമുഖത്തേക്ക് മത്സ്യത്തൊഴിലാളികൾ നീങ്ങുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ റബല്ലോ, ന്യൂസ് ടുഡേ, ചെല്ലാനം.